നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി, വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ, വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളികളിൽ അമ്പുതിരുനാൾ ആഘോഷിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാം സമ്മേളനത്തിന്റെ ഭാഗമായി AKTA ചാലക്കുടി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക വായനശാലയും ഒരുമ വേലുപ്പാടവും സംയുക്തമായി ചിത്രരചനാ മത്സരവും വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷിനായുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KP കരുണാകരൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ വിപുലമായി ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവവൈദികൻ ഫാദർ അജിൽ മാങ്ങൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാത്രിയിൽ വർണ്ണമഴയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 5:45 വിശുദ്ധ കുർബാന, രാവിലെ 7 മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ്, വൈകിട്ട് 5 വിശുദ്ധ കുർബാന എന്നിവയും നടക്കും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ അക്ഷയ് കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവവൈദികൻ ഫാദർ സ്റ്റിക്സൺ കണ്ണമ്പിള്ളിൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി ഞെരിഞ്ഞാമ്പിള്ളി കാർമ്മികരായി. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായ്ക്കും ജേക്കബ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ ടോണി മെത്രാനും പുരോഹിതന്മാർ. തുടർന്ന് പ്രദക്ഷിണം നടന്നു. സമാപനത്തിൽ വർണ്ണക്കാഴ്ചയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6 നടക്കുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാനയ്ക്കും ഒപ്പീസിനും നവവൈദികൻ ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ മുഖ്യകാർമ്മികനാകും. ഉച്ചതിരിഞ്ഞ് 4 ടൗൺ അമ്പ പള്ളിയിൽ നിന്ന് ആരംഭിക്കും. 5 വിശുദ്ധ കുർബാന നടക്കും. രാത്രി 7:30 ടൗൺ അമ്പ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് രാത്രി 10 വരെ ബാൻഡ് വാദ്യവും നടക്കും. ഈ മാസം 9 രാത്രി 7 ഇടവകയിലെ കലാകാരന്മാരുടെ മെഗാ നാടകവും ഉണ്ടായിരിക്കും. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ കാളൻ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിശുദ്ധ കുർബാന, വെള്ളാനിക്കോട് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7 ദിവ്യകാരുണ്യ ആശീർവാദം, തുടർന്ന് വർണ്ണക്കാഴ്ചകൾ എന്നിവ നടന്നു. തിങ്കളാഴ്ച വൈകിട്ട് 5 ഇടവകയിലെ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള കുർബാന, സെമിത്തേരിയിൽ വലിയ ഒപ്പീസ് എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. വൈകിട്ട് 6:30 കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മ്യൂസിക് ഇവന്റും അരങ്ങേറും.
കലൂർ മാർ കുര്യാക്കോസ് സഹദ പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ നീലങ്കാവിൽ കശീശ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് കരോക്കെ ഗാനമേളയും ഉണ്ടായി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാം സമ്മേളനത്തിന്റെ ഭാഗമായി AKTA ചാലക്കുടി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. AKTA സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TI ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നും കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിവയുടെ വിൽപ്പന തടയണമെന്നും പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. AKTA ഉപജില്ലാ കമ്മിറ്റി അംഗം TA ജയ, ഏരിയ സെക്രട്ടറി അനിത റോയി, ഏരിയ ട്രഷറർ ഷീന ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ PR ഷാജനെ പ്രസിഡന്റായും അനിത റോയിയെ ഏരിയ സെക്രട്ടറിയായും ഷീന ജയചന്ദ്രനെ ട്രഷററായും 21 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കൂടാതെ നമ്മുടെ ഏരിയ ട്രഷറർ ശ്രീമതി ഷീനയെ സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ എല്ലാ പ്രിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, കൺവീനർമാർ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ ഏവരെയും സ്വാഗതം ചെയ്തു. പതാക ഉയർത്തുന്നതിന് നമ്മളുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്, തൊഴിലാളിഐക്യം സിന്ദാബാദ്, തൊഴിലാളിഐക്യം സിന്ദാബാദ്, തൊഴിലാളിഐക്യം സിന്ദാബാദ്, തൊഴിലാളിഐക്യം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്, AKTA സിന്ദാബാദ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു തരും. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക വായനശാലയും ഒരുമ വേലുപ്പാടവും സംയുക്തമായി ചിത്രരചനാ മത്സരവും വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷിനായുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KC സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധി സ്മൃതി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 50ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബിന്ദു പ്രിയൻ, ഷാജു നെല്ലായി, MA ജോയ്, ഷിനോയ് തരിയൻ, ബേബി വാഴക്കാല, MA ബിനോജ്, ബിജു പോൾ, KA മുസ്തഫ, ജോസ് അരമന എന്നിവർ പ്രസംഗിച്ചു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിരിക്കുന്നു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KP കരുണാകരൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, പഠന സാമഗ്രികൾ കണ്ടെത്തൽ, പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കൽ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. പ്രധാനാധ്യാപകൻ MB തോമസ്, PTA പ്രസിഡന്റ് സജിത്ത് കോമത്തുകാട്ടിൽ, AA ബേബി, KG ലിപിൻ, KK അനീഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KP കരുണാകരൻ പരിശീലനത്തിന് നേതൃത്വം വഹിച്ചു. കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, പഠന സാമഗ്രികൾ കണ്ടെത്തൽ, പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കൽ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. പ്രധാനാധ്യാപകൻ MB തോമസ്, PTA പ്രസിഡന്റ് സജിത്ത് കോമത്തുകാട്ടിൽ, AA ബേബി, KG ലിപിൻ, KK അനീഷ് കുമാർ എന്നിവർ സന്നിഹിതരായി. വലിയ ഒരു സന്തോഷത്തോടുകൂടി ആണ് കാണുന്നത്. ഞാൻ വാസ്തവത്തിൽ നിങ്ങളെ 30 ആളെയും നമസ്കരിക്കുകയാണ്. കാരണം നാം ഇന്ന് കടന്നു പോകുന്നത് സജീവൻ സാർ പറഞ്ഞതുപോലെ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഞാനൊരു പരീക്ഷണം അതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കമലം താമസിക്കും. അപ്പോൾ അവർ കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം അവർക്ക് അപ്പോൾ അവിടെ ഒരു കുട്ടി 5ാം ക്ലാസ് IHRDയുടെ വാർഷിക ടെക്നോ കൾച്ചറൽ ഫെസ്റ്റായ തരംഗ് 2025ന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ ആശയങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകി പ്രദർശിപ്പിക്കുന്ന മേളയായി തരംഗ് മാറേണ്ടതുണ്ട് എന്ന് ഉദ്ഘാടക പറഞ്ഞു. തരംഗ് 2025ന്റെ ലോഗോ, പ്രൊമോഷൻ വീഡിയോ,
സ്വാഗതഗാനം എന്നിവയും മന്ത്രി പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ആശ, NIP MR ചന്ദ്രബാബു, PR അനിൽകുമാർ, PA സാബു എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ IHRD സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾമാർ, കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. KSRTC പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററിലെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ട്രിപ്പുകൾ പ്രഖ്യാപിച്ചു. ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, വാഗമൺ, മൂകാംബിക ക്ഷേത്ര ദർശനം, മാരാമൺ കൺവെൻഷൻ, കന്യാകുമാരി, അതിരപ്പിള്ളി, വാഴച്ചാൽ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് യാത്ര. മാമലക്കണ്ടം മൂന്നാറിലേക്ക് 3 ദിവസത്തെ യാത്രയും വാഗമൺ കുമരകത്തേക്ക് 2 ദിവസത്തെ യാത്രയും ഉണ്ട്. മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് ഒരാൾക്ക് 2040 രൂപയാണ്. വയനാട് 2 ദിവസത്തേക്ക് 3310 രൂപയും 3 ദിവസത്തേക്ക് 3340 രൂപയുമാണ് ചാർജ്. മാരാമൺ കൺവെൻഷന് 660 രൂപയും കന്യാകുമാരിക്ക് 1530 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് KSRTC പുതുക്കാട് ഡിപ്പോയുമായി ബന്ധപ്പെടുക. തൃശൂരിലെ ലോഡ്ജിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി ആഞ്ജനേയനാണ് പിടിയിലായത്. തൃശൂരിലെ ലോഡ്ജിൽ നിന്ന് സ്വർണം കവർന്ന സംഭവത്തിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി ആഞ്ജനേയനാണ് പിടിയിലായത്. എറണാകുളത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വെളിയന്നൂരിലെ ലോഡ്ജിൽ താമസിച്ചിരുന്ന സ്വർണ്ണ വ്യാപാരിയെ കത്തികാട്ടി 42 ലക്ഷം രൂപ വിലമതിക്കുന്ന 627 ഗ്രാം സ്വർണം കവർന്ന കേസിലാണ് ആഞ്ജനേയൻ പിടിയിലായത്. കേസിലെ മറ്റു പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സിറ്റി ACPയുടെ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മണിയൻകിണർ സ്വദേശി മേലെ ചൂരക്കുന്ന് ചന്ദ്രന്റെ 3 മാസം പ്രായമുള്ള മൂരിക്കുട്ടിയെയാണ് കൊന്നത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് ആക്രമണം. നേരത്തെയും ചന്ദ്രന്റെ പശുവിനെയും സമീപത്തെ ആടുകളെയും പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ പുലിയുടെ സാന്നിധ്യം നേരത്തെ ഉള്ളതായും പ്രദേശവാസികൾ പറയുന്നു. കലൂർ മാർ കുര്യാക്കോസ് സഹദ പള്ളിയിലെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 7:30 ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ നീലങ്കാവിൽ കശീശിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് 7 കരോക്കെ ഗാനമേളയും നടക്കും. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിൽ സംഘർഷത്തിൽ പോലീസിനെതിരെ നടപടി. ചേർപ്പ് SHO KO പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ പോലീസിനെതിരെ നടപടി. ചേർപ്പ് SHO KO പ്രദീപിനെ സസ്പെൻഡ് ചെയ്തു. KSU പ്രവർത്തകർക്ക് ആംബുലൻസ് ഏർപ്പാടാക്കി നൽകിയതുൾപ്പെടെയുള്ള സംഭവങ്ങളിലാണ് സസ്പെൻഷൻ. കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിലും തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിലും പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന ആരോപണം നിലനിൽക്കെയാണ് നടപടി. KSU പ്രവർത്തകരെ പോലീസ് തന്നെ ആംബുലൻസിൽ കയറ്റിവിട്ടതും വിവാദമായിരുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ആംബുലൻസ് എത്തിച്ചത് എന്ന് SHO വിശദീകരണം നൽകിയെങ്കിലും ആംബുലൻസിനുള്ളിൽ വെച്ച് KSU പ്രവർത്തകരെടുത്ത സെൽഫി വിനയായി. ഇതോടെയാണ് പ്രദീപിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയത്. അതേസമയം നടപടിയിൽ സേനയ്ക്കുള്ളിൽ അമർഷം പുകയുകയാണെന്നാണ് ആക്ഷേപം. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള മാള SHOയും ഇരിങ്ങാലക്കുട DYSPയും സംഭവ സ്ഥലത്തുള്ളപ്പോൾ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയ ചേർപ്പ് SHOക്കെതിരായ നടപടിയാണ് സേനയ്ക്കുള്ളിൽ വിമർശനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണകക്ഷി യൂണിയനിൽ സ്വാധീനമുള്ള മാള SHO 6 വർഷമായി സ്ഥലം മാറ്റമില്ലാതെ തുടരുന്നതും സമീപകാലത്ത് വിമർശനങ്ങൾക്ക് ഇടയായിരുന്നു. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. വിറ്റാമിനുകളും അയൺ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഫൈബറും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഉണക്കമുന്തിരി തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. റിപ്പോർട്ട് കാണാം. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. വിറ്റാമിനുകളും അയൺ, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഫൈബറും ആന്റി ഓക്സിഡന്റുകളും തുടങ്ങിയ ഉണക്കമുന്തിരി തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വിറ്റാമിൻ സിയും അയണും അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് തലമുടി വളരാൻ ഏറെ ഗുണം ചെയ്യും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഇവ അകാലനരയെ തടയാനും സഹായിക്കും.
വിറ്റാമിൻ ബി, സി തുടങ്ങിയവ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഫൈബർ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് മലബന്ധം അകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. അയണിന്റെ നല്ലൊരു ഉറവിടമാണ് ഉണക്കമുന്തിരി. അതിനാൽ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വിളർച്ചയെ തടയാനും ക്ഷീണം അകറ്റാനും സഹായിക്കും. വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതാണ്. ഉണക്കമുന്തിരിയിലെ നാരുകൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കാൽസ്യം അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറംതള്ളാനും സഹായിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാച്ചുറൽ സയൻസ് HST ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480278065. ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ മേട്രൺ തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ബികോം, അക്കൗണ്ട്, സ്റ്റോർ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. ഈ യോഗ്യതയുള്ള 18നും 30നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 10 അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7730 രൂപ, പവന് 61,840 രൂപ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ അളഗപ്പ നഗർ യൂണിറ്റ് 33ാം സമ്മേളനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 9:30 അളഗപ്പ നഗർ പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് MK ശാന്തകുമാരി അധ്യക്ഷത വഹിക്കും. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കേരള വിമൻസ് ലീഗിൽ പ്രഥമ എൻട്രിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അളഗപ്പ FC ടീമിനെ പ്രചോദി നികേതൻ കോളേജ് ചൊവ്വാഴ്ച ആദരിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2:30 പ്രചോദി കോളേജ് അസിസി ഹാളിലാണ് പരിപാടി. പ്രചോദി നികേതൻ കോളേജിലെ താരങ്ങൾ ഉൾപ്പെടുന്നതാണ് അളഗപ്പ FC. മണ്ണമ്പേട്ട തെക്കേക്കര കരുവാപ്പടി പിണ്ടിയാൻ ജോണി ഭാര്യ റോസി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജെലിൻ, ജെനിസി എന്നിവർ മക്കളും ഫ്രാൻസിസ്, ലിജി എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം വെള്ളാരമ്പാടം കൊഴുക്കുള്ളി ഡെന്നി അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോർജാണ് അച്ഛൻ, തങ്കമ്മയാണ് അമ്മ. പുതുക്കാട് അശോക റോഡിൽ പുറത്തൂർ ജെയിംസ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സെലീനാണ് ഭാര്യ. ദീപക്, രൂപ എന്നിവർ മക്കളും ഫ്ലെജി, എൽദോ എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര പരേതനായ കണനായ്ക്കൽ പാല്യേക്കര ഔസഫ് ഭാര്യ കത്രീന അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4:30 പുലക്കാട്ടുകര കർമ്മലമാതാ പള്ളിയിൽ. സ്റ്റീഫൻ, ജാക്സൺ, ഷോബി, പരേതനായ വിൽസൺ എന്നിവർ മക്കളും. റീന, ഷൈനി, ഷീല, മിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി, വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ, വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളികളിൽ അമ്പുതിരുനാൾ ആഘോഷിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാം സമ്മേളനത്തിന്റെ ഭാഗമായി AKTA ചാലക്കുടി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരക വായനശാലയും ഒരുമ വേലുപ്പാടവും സംയുക്തമായി ചിത്രരചനാ മത്സരവും വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷിനായുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KP കരുണാകരൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.